എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്ക് സമീപമുള്ള ആനയടിക്കുത്ത് അഥവാ ആനച്ചാടിക്കുത്ത് എന്നറിയപ്പെടുന്ന അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം കാണാനാണ്. ഇത് തൊടുപുഴയിൽ നിന്നും 20 കിലോമീറ്റർ വണ്ണപ്പുറം റൂട്ടിൽ പ്രശസ്തമായ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. തൊമ്മൻകുത്ത് കവലയിൽ നിന്ന് 2 വഴികളുണ്ട് അവിടേക്കെത്താൻ. ഞങ്ങൾ ഇടത്തേക്ക് തിരിഞ്ഞുള്ള ഈ ചെറിയ റോഡിലൂടെയാണ് അവിടേക്ക് എത്തിയത്. ഏകദേശം ഒരു 200 മീറ്റർ ഈ കാണുന്ന ഈ ചെറിയ നടവഴിയിലൂടെ നടന്നു വേണം നമുക്ക് അവിടേക്ക് എത്താൻ. ഒരു ചെങ്കുത്തായ പാറയൊക്കെ കയറി അങ്ങനെ നമ്മൾ അവസാനം ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. വളരെ ദൂരത്തുനിന്നും അതുപോലെ തന്നെ അടുത്തു നിന്നുമൊക്കെ ആയിട്ട് ധാരാളം ആൾക്കാർ ഇവിടെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് കുളിക്കാനായിട്ട്. ഇടുക്കി ജില്ലയിൽ ധാരാളം വെള്ളച്ചാട്ടങ്ങൾ വർഷകാലത്ത് സജീവമാകാറുണ്ടെങ്കിലും അതിൽ ഏറ്റവും മനോഹരവും അതുപോലെ തന്നെ ഇറങ്ങി കുളിക്കാൻ ഏറ്റവും സേഫായതുമായൊരു വെള്ളച്ചാട്ടമാണ് ആനയടിക്കുത്ത്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നവംബർ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അളവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനച്ചാടിക്കുത്ത് എന്ന പേരിന് പിന്നിൽ ഒരു കഥയുണ്ട്. പണ്ട് കാട്ടാനകൾ ധാരാളം ഉണ്ടായിരുന്ന ഈ ഒരു പ്രദേശത്ത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ വശത്തുള്ള പാറക്കൂട്ടത്തിൽ 2 ആനകൾ തമ്മിൽ കൊമ്പ് കോർക്കുകയും അതിലൊരെണ്ണം കാൽ വഴുതി ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അകത്തേക്ക് പതിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ കൊമ്പൻ ചെരിയുകയും പിന്നീട് ഈ സ്ഥലം ആനയടിക്കുത്ത് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തെന്നാണ് പഴമക്കാർ പറയുന്നത്. ഈ വെള്ളച്ചാട്ടത്തെ കൂടുതൽ മനോഹരമാക്കുന്നത് ഇതിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ മരങ്ങളാണ്. ഈ മരങ്ങളുടെ തണലും അതുപോലെ തന്നെ ആ വെള്ളത്തിൻ്റെ തണുപ്പും എല്ലാം കൂടെ കൂടിച്ചേരുമ്പോൾ ഇവിടെ ഒന്ന് കുളിക്കാനായിട്ട് ആഗ്രഹിക്കാത്തവരാരുമില്ല. ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും വളരെ മനോഹരമാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ. ഈ വെള്ളച്ചാട്ടം വന്ന് പതിക്കുന്നിടത്ത് കുഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കൊച്ചു കുട്ടികളെ കൊണ്ടുപോലും അവിടെ ഇറങ്ങാനും വെള്ളച്ചാട്ടം ആസ്വദിക്കാനും സാധിക്കും. ഫാമിലിയുമൊക്കെ ഇറങ്ങാൻ പറ്റിയ ഒരു വെള്ളച്ചാട്ടമായതുകൊണ്ട് തന്നെ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ധാരാളം പേരാണ് ഇവിടെ ദിനംപ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു കടയുണ്ട് കേട്ടോ. അത്യാവശ്യം വെള്ളത്തിലിറങ്ങാനുള്ള ഷോർട്ട്സ്, ടവൽ ഇതൊക്കെ ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ചെറിയൊരു പൈസ കൊടുത്താൽ പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനും ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ കുറച്ച് കാഴ്ചകൾ കൂടി ഉണ്ട് കേട്ടോ. അത് ഈ സ്റ്റെപ്പ് വഴി നമുക്ക് മുകളിലോട്ട് കയറിപ്പോയാൽ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലത്തെ പാറയിലേക്ക് എത്തും. നമ്മൾ കുറച്ച് മുമ്പ് താഴെ നിന്ന് കണ്ട ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലത്തെ ഭാഗമാണിത്. ഇവിടുന്ന് വെള്ളം താഴേക്ക് പതിക്കുന്ന ഭാഗമാണിത്. ഇവിടെയും ധാരാളം ആൾക്കാർ വന്ന് കുളിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ താഴത്തെ പോലെ അത്ര സുരക്ഷിതമല്ല. ഇവിടെ ധാരാളം വഴുക്കലുള്ളൊരു സ്ഥലമാണ്. കൂടാതെ ഇവിടുന്ന് തെന്നി താഴേക്ക് വീഴാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇവിടെ കുളിക്കുവാൻ അത്ര സേഫല്ല. ഈ കാട്ടിനുള്ളിലൂടെ ഈ അരുവി അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോയ ധാരാളം നല്ല അടിപൊളി സ്പോട്ടുകളുണ്ട്. അതുപോലെ തന്നെ കുളിക്കാനും ഫാമിലിയുമായൊക്കെ എൻജോയ് ചെയ്യാനും ധാരാളം സ്ഥലങ്ങളുണ്ട്. കുറച്ച് പിള്ളേർ സെറ്റ് വന്ന് അവിടെ നിന്ന് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ്. നല്ല അടിപൊളി സ്പോട്ടുകളാണ്. അപ്പോൾ കാടിൻ്റെ ആ തണുപ്പും കാട്ടരുവിയുടെ ആ ഒരു കളകള ശബ്ദമൊക്കെ കേട്ട് നമുക്കൊരു ദിവസം ഇവിടെ ചിലവഴിക്കാൻ ധാരാളം സ്ഥലങ്ങൾ ഇവിടെയുണ്ട്.
അങ്ങനെ ഈ കാഴ്ചകളോടെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ കണ്ടപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി ഓടി വന്ന ഒരാളാണ് കേട്ടോ അത്. സ്നേഹം കൊണ്ട് ഒരു രക്ഷയില്ല. ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരായിരുന്നു കൊടുക്കാൻ. സ്നേഹം കൊണ്ട് വാലിട്ടടിച്ച് ആ പാറയെല്ലാം പൊട്ടിക്കുമെന്നാണ് തോന്നുന്നത്.